ഇത് ടി വി എസ് RTR 200ൻ്റെ ബ്രേക്ക് പാഡ്സാണ്. അത് ഡയറക്റ്റ് OEM ഫിറ്റാണ്. ഇത് ചീപ്പുമാണ്. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിത്ത് അനദർ വീഡിയോ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹീറോ Xpulse200T ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് പാഡ് എങ്ങനെ മാറ്റും എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ Xpulse200യുടെ ബ്രേക്ക് പാഡ് OEM, അതായത് ഒറിജിനൽ ബ്രേക്ക് പാഡ് മേടിച്ച് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 1500 രൂപ അതിൻ്റെ കോസ്റ്റ് വരും. കാരണം Xpulse200യുടെ ബ്രേക്ക് പാഡ് നിസിൻ്റെയാണ് വരുന്നത്. അപ്പം അതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ്, ഏകദേശം 1200 രൂപ അടുപ്പിച്ച് വരും. അപ്പോൾ അതിന് പറ്റിയ ഒരു റീപ്ലേസ്മെൻറ്റ്, കുറച്ച് ചീപ്പായിട്ട് വരുന്ന റീപ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ TVS RTR 200ൻ്റെ ബ്രേക്ക് പാഡാണ്. സെയിം ബ്രേക്ക് പാഡാണ് ഇത് വരുന്നത്. പക്ഷേ ഇത് നിസിൻ്റെ അല്ല, TVSൻ്റെയാണ്. TVSൻ്റെ ജെനുവിൻ ബ്രേക്ക് പാഡാണ്. അപ്പം അതിൽ ക്വാളിറ്റിയും കാണും. അത് ഡയറക്റ്റ് ഫിറ്റ്മെൻറ്റും റീപ്ലേസ്മെൻറ്റും മോഡലാണ്. അപ്പോൾ അതെങ്ങനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. സോ നേരത്തെ നിങ്ങളൊരു എൻ്റെ മറ്റേ ഡിസ്ക് പാഡ് നടത്തുന്ന വീഡിയോ കണ്ടായിരിക്കും. അതിൽ ഞാൻ സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് ഊരിയത്. ഇതിപ്പം ഡ്യുവൽ പിസ്റ്റൺ വരുന്ന കാലിപ്പറാണ്. അപ്പോൾ ബൈക്സിലൊക്കെ ഡ്യുവൽ പിസ്റ്റനാണ് വരുന്നത്. അപ്പോൾ ഇതിലും സെയിം മൗണ്ടിങ് പോയിൻറ്റ്സ് ഒക്കെയാണ്. 2 12ൻ്റെ ബോൾട്ട് വരും, അത് ഊരണം. അപ്പോൾ അത് ഊരിയതിന് ശേഷം ഈ മൗണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ ഡിസ്ക് പാഡിൻ്റെ 2 ലോക്ക് ഇവിടെ വരും, ലോക്ക് പിൻ, അത് ഊരുക. അതിൻ്റെ ലോക്ക് ക്യാപ്പ് ഒരു മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഊരിയെടുക്കുക. വേണ്ട, ആ ലോക്ക് ക്യാപ്പ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് 5ൻ്റെ അലങ്കി ഇട്ട് വേണം അത് ഊരാൻ. 5 അല്ല 4ൻ്റെ അലങ്കി ഇട്ടിട്ട് അകത്ത് ആ പിന്ന് ഊരണം, ലോക്ക് പിന്ന്. അത് ലൂസാക്കി വെച്ചിട്ട് നമ്മുടെ ഈ മൗണ്ടിങ് ബോൾട്ട് ഫുള്ളായിട്ട് ലൂസാക്കി എടുക്കുക. ഇതിലിപ്പം കിടക്കുന്ന ബ്രേക്ക് പാഡ് കംപ്ലീറ്റ് ആയിട്ട് ഓൺ ഔട്ടായി പോയിട്ടുണ്ട്. അത് 2 ഊരിയിട്ട് പതുക്കെ കാലിപ്പർ ബാക്കിലോട്ട് വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഊരി വെച്ചിരുന്ന 4ൻ്റെ ഡിസ്ക് പാഡിൻ്റെ ലോക്ക് നട്ട് ഉണ്ടല്ലോ, അത് ലൂസൺ ചെയ്തെടുക്കുക. എന്നിട്ട് ആ 2 ഡിസ്ക് പാഡ് ലോക്ക് ചെയ്യുന്ന പിന്ന് ഊരിയെടുക്കുക. അത് നേരത്തെ പറഞ്ഞ പോലെ 4ൻ്റെ അലങ്കി വെച്ച് ചിലപ്പോൾ മരത്തില്ല. നമ്മുടെ എൽ ഷേപ്പുള്ള അലങ്കി അത് വെച്ച് മിക്കവാറും മരത്തില്ല. ഇതുപോലുള്ള ബോക്സ് ടൈപ്പ് അലങ്കി യൂസ് ചെയ്ത് അത് ഇളക്കുക. അത് ഊരിയതിന് ശേഷം പതുക്കെ അതിങ്ങ് പുറത്തോട്ടെടുക്കുക. ഇതാ പഴയ ബ്രേക്ക് പാഡ്. ഇത് കംപ്ലീറ്റ്ലി ഓൺ ഔട്ടായിട്ട് പോയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 90% ലൈഫ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഈ കാലിപ്പർ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്കിനി ബ്രേക്ക് കാലിപ്പർ ക്ലീൻ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് തുടച്ചെടുത്തിട്ട് നമ്മുടെ WD-40 ഇല്ലേ, അതടിച്ചൊന്ന് ക്ലീൻ ചെയ്യുക. നമ്മളെല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ ബ്രേക്കിംഗ് ഫീലും പ്രഷറും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ കാലിപ്പറിൻ്റെ പിസ്റ്റൻ്റെ ഈ സൈഡ് വാൾസൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്യണം. കാരണം അത് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ പൊടിയും
എല്ലാം കൂടെ ഉള്ളിലേക്ക് കയറി ഇവിടെ ഒരു ഓറിങ് വരും. ആ ഓറിങ് കട്ടായി പോകും. അപ്പോൾ അതിൻ്റെ സൈഡ് വോളൊക്കെ പിസ്റ്റൻ്റെ സൈഡ് വോളൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്യണേ. നിങ്ങൾ ഈ പാർട്സ് എല്ലാം മാക്സിമം ക്ലീൻ ചെയ്യണം. മാക്സിമം പറ്റുന്ന രീതിയിലെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ സ്കൂട്ടറിൽ ഡിസ്ക് പാഡ് അല്ലെങ്കിൽ ബ്രേക്ക് പാഡ് മാറുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഐ ബട്ടണിലിടാം. അത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്കൂട്ടറിലെ ഡിസ്ക് പാഡ് മാറാം. അത് സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് വരുന്നത്. ബൈക്സിൽ ഡബിൾ പിസ്റ്റനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഷെയർ ദിസ് വീഡിയോ ഗൈസ്. പഴയ ബ്രേക്ക് പാഡ് വെച്ചിട്ട് നമുക്ക് ഇനി കാലിപ്പർ കംപ്രസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു സി ക്ലാമ്പ് വേണം. നമുക്ക് ആദ്യം ഒരു തുണി വയ്ക്കുക അടിയിൽ, സ്ക്രാച്ച് ആവാതിരിക്കുക. എന്നിട്ട് സി ക്ലാമ്പ് എടുത്ത് ഇതാണ് സേഫസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ. നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്തു, സാധാരണ ലോക്കൽ വർക്ക്ഷോപ്പിൽ അവർ ചുറ്റിയെല്ലാം കൊണ്ട് അടിച്ച് കാലിപ്പറിൽ സ്ക്രാച്ചും വീഴും. ഇതാണ് കറക്റ്റ് വേ ടു ഡു ദാറ്റ്. കാലിപ്പർ ആ കയറി പോകുന്നുണ്ട്. ഒന്ന് പോയി, നേരത്തെ രണ്ടാമത്തെ ചെയ്യണം. അതിന് മുമ്പേ പഴയ ഒരു ഡിസ്ക് പാഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കണം, അല്ലെങ്കിൽ കാലിപ്പർ സ്ക്രാച്ച് ആവും. ഇനി അടുത്ത് ഇപ്പുറത്തെ സൈഡിലെ കാലിപ്പർ. ഇത് ചെയ്യുന്നതിന് മുമ്പേ ഡിസ്ക് പിസ്റ്റൻ്റെ സൈഡ് വാൾസൊക്കെ നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് വേണം കംപ്രസ് ചെയ്യാൻ. അല്ലെങ്കിൽ എന്തുട്ടും എന്ന് പറഞ്ഞാൽ ഈ പൊടി എല്ലാം കൂടെ ആ പിസ്റ്റൻ്റെ അകത്ത് കയറിപ്പും. ഓക്കെ, അങ്ങനെ നമ്മൾ പിസ്റ്റൻ രണ്ടും കംപ്രസ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഒന്നും കൂടി അതിൻ്റെ അകമൊക്കെ ഒന്ന് നല്ലവണ്ണം ക്ലീൻ ചെയ്യണേ. അപ്പം കുറച്ചും കൂടെ റൂം കിട്ടുന്നത് ക്ലീൻ ചെയ്യാനുള്ള, പിസ്റ്റൻ ഉള്ളിൽ കയറി പോയി കഴിഞ്ഞാൽ. ഇന്ന് നമുക്ക് പുതിയ പാഡ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് TVS RTR 200ൻ്റെ ബ്രേക്ക് പാഡ്സാണ്. അത് ഡയറക്റ്റ് OEM ഫിറ്റാണ്. ഇത് ചീപ്പുമാണ്. 300 രൂപ എങ്ങാണ്ടേ വരത്തുള്ളൂ. നിങ്ങളിപ്പം ഹീറോ 200Tയുടെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ, എക്സ്പൾസിൻ്റെ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1200 രൂപയാകും. ആദ്യം ഈ 2 മൗണ്ടിങ് പോയിൻ്റ് വരുന്ന ഇതാദ്യം ഉള്ളി വയ്ക്കുക. അതിന് വേണ്ടി ഈ പിന്ന് ഒന്ന് ക്ലീൻ ചെയ്തിടുക. കാരണം ഈ പിന്നിലാണ് ബ്രേക്ക് പാഡ് കിടന്ന് സ്ലൈഡ് ആവുന്നത്. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ഈ ബ്രേക്ക് പാഡ് ആദ്യം ഇടുക. ഈ ഷേപ്പ് വരുന്നു ആദ്യം ഇട്ട് അതിൻ്റെ പിന്നകത്ത് കയറ്റുക. എന്നിട്ട് രണ്ടാമത്തെ പിന്നിടുക. അത് അലൈൻ ചെയ്തിട്ട് അതിൻ്റെ ആ ലോക്കിൽ തന്നെ ലോക്കും ചെയ്യണം. ഇനി നമുക്ക് രണ്ടാമത്തെ ബ്രേക്ക് പാഡ് ഇടുന്നതിന് മുന്നേ നമ്മുടെ ഡിസ്കിൻ്റെ കാലിപ്പറിൻ്റെ മൗണ്ടിങ് ക്ലീൻ ചെയ്യാം. അതിൽ സിലിക്കോൺ ഗ്രീസാണ് വരുന്നത്. ഞാൻ ക്ലീൻ ചെയ്തിട്ട് സിലിക്കോൺ ഗ്രീസ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് ഇതിലോട്ട് സ്ലൈഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ശ്രദ്ധിക്കണം, നമ്മളെ ലോക്കാവുന്നുണ്ടാകുന്നു. പ്രോപ്പറായിട്ട് അത് ലോക്കായില്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ എന്തുകൊണ്ടുണ്ടാകും. ഇതിപ്പോൾ ലോക്കായില്ല. അപ്പം ചെറുതായിട്ടത് ലോക്ക് ചെയ്ത് കൊടുക്കുക. ലോക്കായില്ലെങ്കിൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കയറി ഇത് ജാമാവും. അതിപ്പം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ പേരിടാം. അതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്യണം. എന്നിട്ട് ആ പറയുന്ന ഡിസ്കിൻ്റെ പിന്നുണ്ടല്ലോ, അത് കറക്റ്റായിട്ട് അതിൻ്റെ ഗ്രൂവിൽ ഇറങ്ങി കൊടുക്കുക. എന്നിട്ട് ഇവിടെ ശ്രദ്ധിക്കുക അത് ഇറങ്ങിയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്ക് കയറാനുള്ള റൂമും ഉണ്ട്.
എന്നിട്ട് പതുക്കെ ഈ ഡിസ്കിൻ്റെ ഈ ലോക്ക് ആദ്യം ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ലോക്ക് പിന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ടൈറ്റ് ചെയ്താൽ മതി, ഓവർ ടൈറ്റ് ചെയ്യണ്ട. നമുക്ക് ഈ പാഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇനി അതിൻ്റെ 2 ലോക്ക് ക്യാപ്പ് മൈനസിൻ്റെ അതൊന്ന് ഇട്ട് കൊടുക്കുക. അത് ഞാൻ ടൈറ്റ് ചെയ്യണ്ട, ശാഖല ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടെ കറക്റ്റായിട്ടുള്ള ഗ്യാപ്പ് ഈ ഡിസ്ക് കയറാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് സ്ലൈഡ് ചെയ്തകത്ത് കയറ്റിയാൽ മതി. എന്നിട്ട് ആ മൗണ്ടിങ് ബോൾട്ട് അങ്ങ് മുറിയിൽ കൊടുക്കുക. എന്നിട്ട് അത് ഇതങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ബ്രേക്കർ ബാറുണ്ട്, അത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ Xpulse200Tയുടെ ഡിസ്പ്ലേഡ് ചേഞ്ച് ചെയ്ത് കാലിപ്പറും ക്ലീൻ ചെയ്തിട്ടായിരുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കൺസിഡർ subscribing to my channel and do like and share this video guys if you feel that it's informative. So this is Mithun saying ciao. See you guys in some other video. Bye bye.